മനുഷ്യത്വത്തിന്റെ വലിയൊരു പാഠം പകർന്നു നൽകിയ ഒരു ബസ് കണ്ടക്ടറെക്കുറിച്ചുള്ള കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. കളമശ്ശേരി രാജഗിരി കോളേജിൽ സോഷ്യൽ വർക്കറായിരുന്ന ജോസഫ് പാടപ്പുറമാണ് തന്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തൊടുപുഴ പൂമാല റൂട്ടിൽ സർവീസ് നടത്തുന്ന മരിയ എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ഷൈൻ ഒരു യാത്രക്കാരനോട് കാണിച്ച കരുതലിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും കഥയാണിത്. ഒരു ദിവസം പിന്നിട്ടപ്പോൾ 21 ലക്ഷത്തിലധികം ആളുകളാണ് ആ പോസ്റ്റ് വായിച്ചത്. കൂടാതെ 20,000-ലധികം ലൈക്കുകളും 2,000-ഓളം കമന്റുകളും ഇതിനോടകം തന്നെ ആ പോസ്റ്റിനു താഴെയെത്തി. ചെറിയൊരു സംഭവമാണെങ്കിൽ കൂടി അവിടെ ആ കണ്ടക്ടർ പകർന്നു നൽകിയ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ: നമുക്ക് ചുറ്റും കൈക്കൂലി വാങ്ങലിന്റെയും ചതിയുടെയും ഒക്കെ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ മറ്റൊരു വശത്ത് സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ഒക്കെ പൊൻവെളിച്ചവും പ്രസരിക്കുന്നുണ്ട്. ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി. ആലക്കോട്ട് നിന്നും തൊടുപുഴയ്ക്ക് പോകാനായി മരിയ എന്ന പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കയറുന്നു. എനിക്ക് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള DTDCയുടെ ഓഫീസിൽ പോകണം. തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ അടുത്തുകൂടിയാണോ ബസ് പോകുന്നത് എന്ന് ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു. പോലീസ് സ്റ്റേഷൻ അടുത്തുകൂടിയല്ല, മറ്റൊരു വഴിയിൽ കൂടിയാണ്. ഏറ്റവും അടുത്തുള്ള സ്റ്റോപ്പിലെത്തുമ്പോൾ ഞാൻ പറയാം. അവിടെ ഇറങ്ങി കുറച്ച് നടന്നാൽ മതി, കണ്ടക്ടർ പറഞ്ഞു. ബസ് ടൗണിലെത്തി. ഇടയ്ക്ക് പറഞ്ഞ സ്ഥലമായോ എന്ന് ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു. അയ്യോ ചേട്ടാ, സ്ഥലം കഴിഞ്ഞു പോയല്ലോ, തൊട്ടു മുൻപത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണമായിരുന്നു, പറയാൻ മറന്നുപോയി. കണ്ടക്ടർ ബസ് ബെല്ലടിച്ച് അവിടെ നിർത്തി. ഞാൻ ഇറങ്ങാനായി എണീറ്റപ്പോൾ കണ്ടക്ടർ ബാഗിൽ നിന്ന് 30 രൂപ എടുത്ത് എന്റെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ കുറ്റമല്ലേ, ചേട്ടൻ ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോ എന്ന്. എന്റെ ഹൃദയത്തിൽ ഒരു കുളിർത്തന്നലായി അനുഭവപ്പെട്ടു കണ്ടക്ടറുടെ ആ പെരുമാറ്റവും സംസാരവും. ആ ബസ്സിലെ യാത്രക്കാരും അത് കണ്ട് നോക്കി നിന്നുപോയി. പണം വാങ്ങിയിട്ട് തിരിച്ച് കണ്ടക്ടറുടെ നേരെ നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, പൈസയൊന്നും വേണ്ട, വലിയ സന്തോഷമായി കേട്ടോ എന്ന്. നിർബന്ധിച്ചിട്ടാണ് കണ്ടക്ടർ ആ പണം തിരികെ വാങ്ങിയത്. കണ്ടക്ടർ എന്റെ കയ്യിലേക്ക് വെച്ചു തന്ന 30 രൂപയുടെ വില അമൂല്യമായ കരുതലിന്റെയും അതിരില്ലാത്ത ആത്മാർത്ഥതയുടേതുമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും എത്ര വലിയ സന്ദേശമാണ് ഈ കണ്ടക്ടർ സമൂഹത്തിന് പകർന്നു നൽകിയത് എന്ന് ഞാൻ ഓർത്തുപോയി. ഇതൊക്കെയല്ലേ നന്മ, മനുഷ്യത്വം. പേരറിയാത്ത ആ കണ്ടക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നായിരുന്നു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സംഭവം വൈറലായതിനു പിന്നാലെ കണ്ടക്ടറായ ഷൈന് അഭിനന്ദന പ്രവാഹമാണിപ്പോൾ.